Another new day. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുവാനും ദൈവം ഇടയാക്കിയല്ലോ. We are able to worship the Lord and to partake of the table. ദൈവം വേണ്ടുന്ന എല്ലാ കൃപയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. God is giving us all the grace that is necessary. തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. Let's continue to prayerfully sit in His presence. ഇന്നാണ് ചർച്ച് ഫുൾ ഹൗസ് ആയത്. Today is the full house of the church. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് അടുത്ത സെഷനിലാണ് ഞാൻ എടുക്കുന്നത്. So the Bible study is in the next session. ഇന്ന് പൊതുവായ ഒരു പ്രബോധനം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. So today is a general exhortation. വളരെ പരിചയമുള്ള ഒരു ഭാഗം എടുത്തുകൊണ്ട് ചില ആശയങ്ങൾ പങ്കുവെക്കാമെന്ന് താല്പര്യപ്പെടുകയാണ്. Let me take you to a familiar portion and explain thoughts. ഒരു സഹോദരിയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. I'm going to speak about a sister. മറിയ. It is Mary. ലാസറിന്റെ സഹോദരി മറിയ. The sister of Lazarus. കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു മാർത്ത, മറിയ, ലാസർ കുടുംബം. It was a family well beloved of the Lord, Lazarus, Mary and Martha. അതുപോലെ കർത്താവിനെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു അവർ. In the same way they also loved the Lord. ഈ മറിയയെക്കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ 3 ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. There are 3 references to Mary in scripture. 3 പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ. There are only 3 references. ആ 3 പരാമർശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. And each of those 3 have some particularity. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ആശയങ്ങൾ പങ്കുവെക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. And I'm going to point that out and share my thoughts. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണവ. That's so familiar with you all. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, Luke's Gospel chapter 10, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, 12-ാം അധ്യായം, John's Gospel chapter 11 and chapter 12. ഈ 3 ഭാഗത്താണ് ലാസറിന്റെ സഹോദരിയായ മറിയയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. And this is where you read about Lazarus' sister Mary. ആ 3 ഭാഗത്തും ഒരു വലിയ പ്രത്യേകതയുണ്ട്. And there are some important things in those portions. അത് ഇതാണ്, ഈ 3 ഭാഗത്തും മറിയ കർത്താവിന്റെ പാദപീഠത്തിലാണ്. And in all these 3 references, she is at the feet of the Lord. ആ കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് ചില ആശയങ്ങൾ പങ്കുവെക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. I'm going to remind you of that and then attach to that some thoughts. ഒന്നാമതായി നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. Let's look at Luke chapter 10. അതിന്റെ 38 മുതൽ 42 വരെയുള്ള ഭാഗത്താണ് ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. The first reference is verse 38 onwards. അവിടെ കർത്താവും ശിഷ്യന്മാരും ഈ മാർത്ത താമസിക്കുന്ന, മറിയ താമസിക്കുന്ന, ലാസർ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്. And the Lord and his disciples are coming to the village in which this family is staying. അവിടെ മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ കർത്താവായ യേശുവിനെയും കൂട്ടരെയും വീട്ടിലേക്ക് കൈക്കൊള്ളുകയാണ്. And a woman called Martha welcomes the Lord and his disciples into their home. പൊതുവെ മാർത്തയെക്കുറിച്ച് നമുക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആണുള്ളത്. Many times Martha has a negative impression. എന്നാൽ മാർത്തയ്ക്ക് നല്ല ചില ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. But Martha also had some good qualities. ഈ ഭാഗവും യോഹന്നാന്റെ സുവിശേഷം ആ ഭാഗവും വായിക്കുമ്പോൾ, when you read John's Gospel, അവിടെ കർത്താവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത് മാർത്തയാണ്. Martha is the one who is welcoming the Lord into the house. മാർത്ത നല്ലൊരു ആതിഥ്യ മര്യാദയുള്ള ഒരു സഹോദരിയായിരുന്നു. She was good with hospitality. യേശുവിനെ ശുശ്രൂഷിക്കുവാൻ താല്പര്യത്തോടെ നിന്നൊരു സഹോദരിയായിരുന്നു. She was enthusiastic to serve him. അങ്ങനെ മാർത്ത കർത്താവായ യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. And Martha is receiving the Lord to her home. ഇനി 39-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Now let's look at chapter verse 39. അവിടെയാണ് ഒന്നാമതായി നാം മറിയയെ കാണുന്നത്. That is where we see Mary for the first time. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. She had a sister called Mary who sat at the Lord's feet and listened to his teaching. മാർത്തയാണ് യേശു കർത്താവിനെയും കൂട്ടരെയും ഭവനത്തിലേക്ക് സ്വീകരിച്ചത്. Martha is the one who received the disciples and the Lord to her home. എന്നാൽ മറിയയെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നത്, but about Mary it is mentioned, മറിയ കർത്താവിന്റെ കാൽക്കലിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുകയാണ്. Mary is at the feet of the Lord listening to his teaching. ഇതിനെ തുടർന്നുള്ള ചരിത്രം നമുക്ക് നന്നായി അറിയാം. We know the historical background to this. മാർത്ത വളരെ ശുശ്രൂഷയിൽ യേശു കർത്താവിന്റെ അരികിലേക്ക് വരികയാണ്. Martha was distracted with much serving and then she approached the Lord. എന്നിട്ട് കർത്താവിനോട് പരാതി പറയുകയാണ്. And she is complaining to the Lord. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? Lord, do you not care that my sister has left me alone to serve? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. Tell her then to help me. അതിന് കർത്താവ് മറുപടി നൽകുന്നു. But the Lord answered her, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. Martha, Martha, you are anxious and troubled with many things. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. But one thing is necessary. Mary has chosen the good part. അത് ആരും അവളോട് അപഹരിക്കുകയും
മാറ്റുകയുമില്ല. which will not be taken away from എത്ര her. അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. What blessed verses these ഇവിടെ are. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് മറിയ കർത്താവിന്റെ വചനം കേൾക്കുകയാണ്. Mary is at the feet of the Lord listening to his teaching. മാർത്ത നല്ല കാര്യമാണ് ചെയ്യുന്നത്. Martha is doing a good thing. യേശു കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വളരെ താല്പര്യത്തോടെ അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുകയാണ്. Mary is at the forefront to serve the Lord. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്ന കാര്യം, But the Lord is saying over here, ശുശ്രൂഷയേക്കാൾ മുൻപേ വേണ്ടത് എന്റെ തിരുവായ്മൊഴികളാണ്. more than the service, what is important is to listen to the words coming out of my mouth. അത് ഈ വചനം മറിയ കേൾക്കുകയാണ്. And that is what Mary is listening to. യേശു കർത്താവിന്റെ അരികിൽ വന്ന് മാർത്ത പരാതി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. Now observe the Martha's complaint. ഇവിടെ ഒരു വിധത്തിൽ യേശു കർത്താവിനെ ചോദ്യം ചെയ്യുന്ന മാർത്തയെ നമുക്ക് കാണുവാൻ കഴിയും. And you can see Martha questioning the Lord. അവിടെ മാർത്ത ഈ ശുശ്രൂഷയിൽ വളരെ കുഴഞ്ഞിട്ട് യേശുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, This is what she's saying after being tired. എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? Lord, do you not care that my sister has left me to serve alone? എന്റെ സഹോദരിയായ മാർത്തയ്ക്ക് എന്നെ കുറിച്ച് ഒരു വിചാരമില്ല. My sister does not mind me. അല്ലയോ കർത്താവേ, നിനക്കും എന്നെ കുറിച്ച് ഒരു വിചാരമില്ലയോ? At least don't you think about me? ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശു കർത്താവിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. In a way, she was actually questioning him. എന്നിട്ട് ഇവൾ പറയുകയാണ്, And this is what she's telling him. എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാൽ. Tell her then to, she's commanding, command her to serve me. ഇവിടെ മാർത്ത കർത്താവിനോട് കൽപ്പിക്കുക. Martha is actually commanding the Lord. എന്താ പറയുന്നത്? എന്റെ സഹോദരിയോട് നീ കൽപ്പിക്കണം. You should command her. നോക്കണേ, എത്ര വലിയൊരു ഒരു പരാജയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. You can see her failure on our part. എന്നാൽ ഇവിടെ മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുന്നു. But here is Mary sitting at the feet of the Lord listening അത് to his ഏറ്റവും teaching. അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. And that is a very blessed thing. ശുശ്രൂഷകൾ വേണം, There should be service. പ്രവർത്തനങ്ങൾ വേണം, There should be ministry. ബൈബിൾ ക്ലാസ്സുകൾ വേണം, There should be Bible classes. എല്ലാ കാര്യങ്ങളും വേണം. All things are necessary. എന്നാൽ അതിനു മുമ്പായി നാം ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കണം. But before that, you should be seated in the place that you are to be seated. എവിടെയാണ് നാം ഇരിക്കേണ്ടത്? Where are you supposed to be ഇവിടെ seated? നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കണം. As is mentioned over here at the feet of the Lord. ഒന്നാമത് ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. This is what firstly I want to say. നമ്മുടെ കർത്താവായ യേശുവിന്റെ പാദപീഠം എന്ന് പറയുന്നത് ആലോചനയുടെ സ്ഥാനമാണ്. The seat, the place at the Lord's feet is the place of counsel. Place of counsel. അത് ആലോചനയുടെ സ്ഥലമാണ്, സ്ഥാനമാണ്. That is the place of counsel. ഇവിടെ ഈ മറിയ യേശു കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നതുകൊണ്ട് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്. So she is receiving a lot of blessing as she is seated over there. അത് നമുക്ക് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വരികളുടെ ഇടയിലൂടെ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. You can read between the lines and get it. ഒന്നാമത് മറിയയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? First blessing Mary gets. ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ മാർത്ത ശുശ്രൂഷയിൽ വളരെ കുഴഞ്ഞു ആവലാതി പറയുകയാണ്, പരാതി പറയുകയാണ്. Martha is giving a strict complaint over here. എന്നാൽ മറിയയ്ക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. But Mary has no complaint. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, If so, I will tell like this. മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കൊണ്ട്, Because Mary is seated at the seat of the Lord, അവളുടെ ആവലാതികൾ, അവളുടെ പരാതികൾ, അവളുടെ ഭാരമെല്ലാം മറക്കുകയാണ്. her troubles, her complaints, and all of her problems, she's forgotten. ആ ആവലാതിയും ഭാരവും പ്രയാസവും എല്ലാം കർത്താവിന്റെ കാൽക്കൽ ഇടുകയാണ്. All her burdens, her complaints, she's laid at the feet of the Lord. പ്രിയമുള്ളവരെ, നാം കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് വചനം കേട്ടാൽ, When you listen to the word of the Lord at his feet, നമ്മൾ മറ്റുള്ളതെല്ലാം മറക്കും. you will forget all other troubles. മതി മറന്ന് നാം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കും. You will forget about yourself and be seated at his feet. അതൊരു വാസ്തവമല്ലേ? Isn't that a reality? നമ്മളൊക്കെ അനുഭവിച്ചിട്ടില്ലേ? Have you not experienced it? തീർച്ചയായിട്ടും ആ നിലയിൽ അനുദിന ജീവിതത്തിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നമുക്ക് സാധിക്കണം. The daily seating at his feet should be possible. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് എല്ലാം മറന്ന് കർത്താവിന്റെ വചനം കേൾക്കുക. You forgetting all her troubles and listening to God's word. അവൾക്ക് ആവലാതിയില്ല, അവൾക്ക് പരാതിയില്ല. She has no complaints, she has no troubles. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയാണ്. What an example she's setting for നമ്മുടെ us. ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുവാൻ പറ്റിയ സ്ഥാനമാണ് നമ്മുടെ കർത്താവിന്റെ പാദപീഠം. Our burdens can be unloaded at the feet of the Lord. അതുകൊണ്ടാണല്ലോ പത്രോസ് ഇങ്ങനെ പറയുന്നത്, This is why Peter says, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. Cast all your troubles on him because he cares for you. നിങ്ങളുടെ ചിന്താകുലം ഇട്ടുകൊള്ളാനല്ല പറയുന്നത്. He doesn't say let your troubles be നിങ്ങളുടെ there. സകല ചിന്താകുലവും ഇട്ടുകൊള്ളുവീൻ. Let all your troubles. ഈ ലോകയാത്രയിൽ നമുക്ക് ഭാരമുണ്ട്, ചിന്താകുലമുണ്ട്, ആവലാതിയുണ്ട്, ഇതൊക്കെ വാസ്തവമാണ്. In your Christian journey you have troubles, you have burdens, all of that is there. എന്നാൽ അതൊക്കെ ഇറക്കി വെക്കുവാൻ പറ്റിയ സ്ഥാനമാണ്
കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദപീഠം എന്ന് പറയുന്നത്. But the Lord's feet is the place where you unburden yourself. നിങ്ങൾ പത്രോസിനെ കുറിച്ച് പഠിച്ചാൽ, if you study about Peter, എഴുതുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് പത്രോസ്. he is the man who is the best qualified to write it. ശിഷ്യന്മാരെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. You can understand about the disciples this way. കർത്താവിൽ നിന്ന് വ്യക്തിപരമായി ശിഷ്യന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ നന്മകൾ ലഭിച്ചത് പത്രോസിനാണ്. Peter was the one disciple who got all the benefits among the disciples. പത്രോസിന് വേണ്ടി അനേക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. For Peter, the Lord did many miracles. പത്രോസിന്റെ കുടുംബത്തിൽ ചെയ്ത അത്ഭുതം, he did a miracle in his family. തന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നു, his mother-in-law was healed, സൗഖ്യം കൊടുത്തു. she was healed. താൻ കടലിലൂടെ നടന്നു, he walked on the sea. അമാനുഷികമായ കാര്യമാണ്. it is an inhuman thing. ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ്. it is not possible by humans. എങ്ങനെ സാധിച്ചു? how was Peter able to do that? കർത്താവ് കൽപ്പിച്ചു. because the Lord commanded. ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല. there was no money to pay the taxes. നമ്മൾ കർത്താവിന്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ, think about the miracles of the യേശു കർത്താവ് സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടില്ല. the Lord never did a miracle for himself. എന്നാൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. there is one miracle he did for himself, which was വിദ്രമ പണം കൊടുക്കുവാനായിട്ട്, ടെമ്പിൾ ടാക്സ് കൊടുക്കുവാനായിട്ട്, സ്വന്തം ടാക്സ് കൊടുക്കാൻ വേണ്ടി കർത്താവ് അത്ഭുത പ്രവൃത്തി ചെയ്തു. for paying his own tax he did a miracle. അത് കർത്താവിന് മാത്രമല്ല, കൂടെ പത്രോസിനൂടെ കൊടുക്കാൻ ചതുദ്രഹ്മപ്പണമാണ് ആ മീന്റെ വായിൽ നിന്ന് എടുത്തത്. and from the mouth of that fish he got that money to pay the temple tax, not for himself but കുടുംബത്തിൽ അനുഗ്രഹം കിട്ടി പത്രോസിന്. so Peter got his blessing in the family. സമൂഹത്തിൽ അനുഗ്രഹം കിട്ടി. in the community he got a blessing. മതപരമായ നിലയിലുള്ള ചടങ്ങുകൾക്ക് പോലും കർത്താവിൽ നിന്ന് അനുഗ്രഹം കിട്ടിയ വ്യക്തിയാണ് പത്രോസ്. and Peter is the one who got blessing for his religious right as well. പോരാ, കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ, ഒരു പിടിക്കാൻ വന്നപ്പോൾ, and when the Lord was about to be arrested, മഹാപുരോഹിതന്റെ ദാസന്റെ വലതുകാല് അങ്ങ് അറുത്തു. he cut off the right ear of the priest. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, യേശു കർത്താവ് അവിടെ സൗഖ്യം നൽകിയില്ലായിരുന്നെങ്കിൽ, if there was no healing for that servant, ഈ മഹാപുരോഹിതന്റെ ദാസനാ, he is the high priest servant, ചില്ലറക്കാരനല്ല, he is not a small person. യേശു കർത്താവ് അവിടെ ആ മഹാപുരോഹിതന്റെ ദാസന് സൗഖ്യം നൽകിയില്ലായിരുന്നെങ്കിൽ, if that servant was not healed, പത്രോസിന്റെ തല താഴെ കിടന്ന് ഉരുണ്ടേനെ. his head would have been chopped off. സത്യമല്ലേ? isn't it true? അവിടെയും ദൈവം പത്രോസിന് വേണ്ടി അത്ഭുതം ചെയ്തു. and over there also God did a miracle. മറ്റൊരു ശിഷ്യന്മാരെ കുറിച്ചും അങ്ങനെ നമ്മൾ വായിക്കുന്നില്ല. no other disciple is dead. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാക്യം എഴുതുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി പത്രോസ് അപ്പോസ്തലനാണ്. that is why Peter deserves to tell that all the burdens അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. put all your burdens on him because he cares for you. ഭാരത്തോടെ, നിരാശയോടെ, ആവലാതിയോടെ, ആകുലതയോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, if you have come here with a lot of trouble, with a lot of burden, with a lot of disappointment, പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് sit at the feet of the Lord. അതെല്ലാം ഇറക്കി വെക്ക്. put all of that burden on them. കർത്താവ് വേണ്ടത് നീക്കുപോക്ക് അതിന് തരും. ദൈവത്തിന് സ്തോത്രം. praise God, he will bring about a change. അതാണ് മറിയയ്ക്ക് ഇവിടെ ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം. that is the first blessing Mary got. രണ്ടാമത്തെ അനുഗ്രഹം, second blessing, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇവിടെ മാർത്ത ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. Martha is doing a service for material things. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക. she is toiling for material things. എന്നാൽ മറിയോ, but Mary, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക. she is strengthening her inner person. യേശു കർത്താവിന്റെ ഭൗതികമായ ശരീരത്തെ ബലപ്പെടുത്തുവാനായിട്ട് അവൾ അധ്വാനിക്കുകയാണ്. Martha is laboring to strengthen the physical body of the Lord. അതുപോലെ ശിഷ്യന്മാരുടെ ഭൗതികമായ ശരീരത്തിന്, ശാരീരികമായ വിശപ്പിനൊക്കെ വേണ്ടുന്ന ശുശ്രൂഷകളാണ് മാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. and the hunger and the thirst of the disciples, that is what Martha is അത് doing. വേണം, അത് ആവശ്യമായ കാര്യം തന്നെയാണ്. that is the necessity. it is എന്നാൽ needed. ഇവിടെ നമ്മൾ വായിക്കുന്നത് മറിയ അതിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് തന്റെ അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുകയാണ്. but more than that, Mary is strengthening her inner self by being at the feet of the Lord. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ആദ്യം ബലപ്പെടണം. our inner man must be strengthened. അതാണ് അത്യന്താപേക്ഷിതമായ കാര്യം. that is most important. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോവുകയാണ്, പൗലോസ് പറയുന്നത് പോലെ. the outer man is decaying. എന്നാൽ നാൾക്ക് നാൾ നമ്മുടെ അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ചു വരണം. but day to day the inner man must be strengthened. അതിന് നമ്മൾ എന്ത് ചെയ്യണം? so what should you do? കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. you should sit at the presence of the Lord. യോബിന്റെ
പുസ്തകം 23-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. You read in Job 23 verse 12. നിന്റെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. I have valued your word more than my bread. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 Corinthians chapter 4 verse 16. verse 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. So we do not lose heart, though our outer nature is wasting away, our inner nature is being പ്രിയമുള്ളവരെ, നാം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ if you sit at the feet of the Lord, നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ബലപ്പെടും. your inner man will be strengthened. നമ്മൾ ആത്മീയമായി പക്വതയിലേക്ക് എത്തും. You will become spiritually mature. വചനം കേട്ടാലേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. And that will happen only if you listen to God's വചനം word. നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. If the word enters into your heart, it's possible. എന്തിനാണ് തിരുവെഴുത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്? Why is the scripture given to you? എന്തിനാണ് നൽകിയിരിക്കുന്നത്? Why is the scripture given നാം to you? തികഞ്ഞവരാകണം. So that you could be complete. Be perfect ആകണം. You should be perfect. തികഞ്ഞവരാകണം. You should become perfect. ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ആത്മീയമായ പക്വത പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. You will become spiritually mature only at the feet of the Lord. മൊബൈൽ മുമ്പിൽ ഇരുന്നാൽ സാധിക്കത്തില്ല കേട്ടോ. If you sit in front of your mobile, it will not ടിവിയുടെ മുമ്പിൽ happen. ഇരുന്നാൽ In front സാധിക്കത്തില്ല. of the TV, it will not happen. ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കണം. You should sit at the feet of the Lord, at the word, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. at the feet of the Lord. എങ്കിൽ ആ നിലയിൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ബലപ്പെടും. അതാണ് അവൾക്ക് ലഭിച്ച രണ്ടാമത്തെ അനുഗ്രഹം. That is the second blessing of being blessed spiritually. അതുകൊണ്ടാണല്ലോ ശിമോൻ പറഞ്ഞത്, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് പോകണമോ എന്ന് ചോദിച്ചപ്പോൾ, So that is why when the Lord asked Simon Peter, do you want to go? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകണം? And Simon responded, where shall I go? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. You have the words of eternal life. ഞങ്ങൾ പിന്നെ ആരടുത്ത് പോകേണ്ടു? Where should I go? പ്രിയമുള്ളവരെ, നിത്യജീവന്റെ വചനങ്ങൾ നാം കേൾക്കണമെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. If you want to hear the eternal words, you should sit at the feet of the എങ്കിൽ Lord. മാത്രമേ നമ്മൾ തികഞ്ഞവരാകുകയുള്ളൂ. Then you will be perfect. ആ നിലയിൽ ആത്മീയമായി വളരുവാൻ നമുക്കിടയാകണം. And we should grow spiritually. മൂന്നാമത്തെ അനുഗ്രഹം, Third blessing she got. ഇവിടെ മറിയ നമ്മൾ വായിക്കുന്നത് പോലെ അവൾക്ക് ചില പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. Mary had some priorities. അവൾ ആ പ്രയോറിറ്റിയിൽ ഫോക്കസ് ചെയ്തു. She focused on those. അവളുടെ പ്രയോറിറ്റി കർത്താവിന്റെ വചനമായിരുന്നു. Her priority was God's word. അതിനുശേഷം മറ്റുള്ള എല്ലാ കാര്യങ്ങളും. After that was the secondary things. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നത്, That is why the Lord says, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അവളോട് അപഹരിക്കുകയില്ല. verse 42, Mary has chosen the good portion which will not be taken away from her. ഭൗതികമായ ഭക്ഷണം കഴിക്കണം. You have to eat earthly food, പക്ഷെ അതൊക്കെ അല്പസമയം കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിതരായി തീരും. but you will get tired again. എന്നാൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുമ്പോൾ, But when you get strengthened in the inner man, നമ്മൾ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. then you will be renewed daily. അതായിരുന്നു അവളുടെ പ്രയോറിറ്റി. So that was her priority. കേവലം ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല അവൾ ചിന്തിച്ചത്. She didn't think about one day. അവളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കത്തക്ക നിലയിലുള്ള വചനം. She wanted to see the word which could help her sustain her long term. കർത്താവ് പറയുന്ന കാര്യമുണ്ട്, അതാരും അവളോട് അപഹരിക്കുകയില്ല. No one will take away that from her. ഭൗതികമായ ശാരീരികമായ ബലമൊക്കെ ഡയബറ്റിക്കും അതുപോലെ പ്രഷറും ഒക്കെ അപഹരിച്ചുകൊണ്ടിരിക്കുക നമ്മളല്ലേ. The diabetes and bodily ailments are ruling you. ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മരുന്നിലാണ് സർവൈവ് ചെയ്യുന്നത്. After 40 years you survive on medicine. അനേക രോഗികൾ ഇവിടെ ഇരിപ്പുണ്ട്. There are many sick people here. എന്നാൽ ഉള്ളിൽ സന്തോഷമുണ്ട്. But there is a joy in your heart. ഉള്ളിൽ ചൈതന്യമുണ്ട്. There is a life in your heart. ഉള്ളിൽ ബലപ്പെട്ടിരിക്കുന്നു. And your life is strengthened. നമ്മുടെ ഒരു നാൾ നമ്മുടെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. നാം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. We read about the psalm that you are depressed. എന്നാൽ അതേ സങ്കീർത്തനത്തിൽ തന്നെ ആ സങ്കീർത്തനക്കാരൻ പറയാ, ദൈവമേ നീ എൻ്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നു. And that same psalmist is saying, you have strengthened my heart. അങ്ങനെ ഉറപ്പോടുകൂടെ ജീവിക്കണമെങ്കിൽ നാം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. If you have to be strengthened that way, then you have to sit at his അത് feet. മറിയയ്ക്ക് സാധിച്ചു. And that was possible for Mary. അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. What a wonderful thing. ഇവിടെ മാർത്തയെ കർത്താവ് ശാസിക്കുന്നുണ്ട്. And Mary is taken to task here. എന്താ പറയുന്നത്? മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. Martha, you're anxious and troubled about many things. നീ വിചാരപ്പെട്ടിരിക്കുക. You're anxious. ഇവിടെ 2 പ്രാവശ്യം പേരെടുത്ത് വിളിക്കുക, മാർത്തേ. He's addressing her twice. തിരുവഴുത്തിൽ അനേകരെ 2 തവണ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. In scripture, many of them are addressed twice. പുതിയ നിയമത്തിലെ ഒരു വ്യക്തി നമുക്കറിയാം, ആരാ? In the New Testament, there is somebody, ശൗല്.
ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. Saul, Saul, why do you persecute me? അപ്പൊ ഈ രണ്ട് ഭാഗം പഴയ നിയമത്തിലുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ If you read all these references, ആ ഭാഗത്തൊക്കെ കർത്താവ് വളരെ ആവശ്യബോധത്തോടെ ഹൃദയഭാരത്തോടുകൂടെ വിളിക്കുകയാണ്. the Lord is calling with a need, with his burden. ഇവിടെ മാർത്തയുടെ ചിന്ത ഭൗതികമായ കാര്യമായിരുന്നു. Martha's thought was just material. ഭൗതികമായ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും 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 വിചാരപ്പെട്ടു പോകത്തേ ഉള്ളൂ. You will become more anxious if you think like that. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം. തൊട്ടടുത്ത പേജ് നിങ്ങൾ ഒന്ന് മാറ്റിക്കേ. The next page you can see, verse chapter 12. അവിടെ 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ 3 തവണ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. From 22 verse till 34, 3 times he repeats this. ശിഷ്യന്മാരോട് പറയുകയാണ്, ആകയാൽ എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. He is telling the disciples, verse 22, therefore I tell you, do not be anxious about your life, what you'll eat, nor about what your body, what you'll put on. വിചാരപ്പെടരുത്. Do not be anxious. എന്ത് തിന്നുമെന്ന് ഓർത്ത് വിചാരപ്പെടരുത്. Don't be anxious about what you'll eat. എന്ത് ഉടുക്കുമെന്ന് ചിന്തിച്ച് ശരീരത്തിനായി വിചാരപ്പെടരുത്. Don't be anxious about what you'll put on. ഇനി നിങ്ങൾ 29 വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. Verse 29, do not seek what you have to eat and what you have to drink, nor be worried. 32 വാക്യം, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. Verse 32, fear not, little flock. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. For it is your Father's good pleasure to give you the വാക്യങ്ങളൊക്കെ kingdom. ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ Compare all these verses ഇവിടെ together. കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്, He is repeating again and നിങ്ങൾ again. വിചാരപ്പെടരുത്, Do not be anxious. ചഞ്ചലപ്പെടരുത്, Do not be worried. ഭയപ്പെടരുത്. Do not be afraid. കാരണം എന്താണ്? Why? ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടുന്നത്. കാരണം ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. Because more than the food, life is important. എന്താണ് കർത്താവ് അവിടെ അർത്ഥം നൽകുന്നത്? What does he mean by that? ആഹാരത്തെക്കാൾ ജീവൻ. More than the food, it's life. ജീവൻ നൽകിയിട്ടുണ്ട്. There is a life God has given you. വായിക്കുന്നത് പോലെ ഉടുപ്പിനേക്കാൾ ശരീരം. More than your clothes, the body. നമുക്ക് ഒരു ജീവൻ നൽകിയിട്ടുണ്ട്, ഒരു ശരീരം നൽകിയിട്ടുണ്ട്. There is a life and a body given to you. അതെന്തിനായി ചിന്തിച്ചു കൂട്ടി സമയം പാഴാക്കി കളയാനല്ല. Not to be burdened and waste your time. നമ്മുടെ ജീവനും നമ്മുടെ ശരീരവും കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണം. With your life and your body, God should be glorified. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. That is what God intends. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ആവർത്തിച്ച് കർത്താവ് ഇത് പറയുന്നത്. That is why he is repeating this again. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. Do not be anxious and think. ഇറക്കി വെക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. There is a place where you can unburden. അങ്ങോട്ട് ചെന്നാൽ മതി. Go there. അവിടെ ഇരുന്ന് കേൾക്കുക. Listen at the feet. ആശ്വാസം കണ്ടെത്തുക. Find your comfort. എല്ലാ ആവലാതി നമുക്ക് എല്ലാ ആവലാതിയുണ്ട്, ആകുലതയുണ്ട്, ജോലി സംബന്ധിച്ച ആകുലതയുണ്ട്, മക്കളുടെ കാര്യങ്ങൾ സംബന്ധിച്ച ആകുലത എല്ലാം ഉണ്ട്. Your anxiety, your worry because of your children, because of your jobs. എന്നാൽ അതെല്ലാം ഇറക്കി വെക്കുവാൻ പറ്റിയ ഒരു സ്ഥാനമുണ്ട്. But there is a place where you can unburden. അത്ര അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. What a wonderful thing, what a blessed thing. പാദപീഠം അത് ആലോചനയുടെ സ്ഥാനം. The feet of the Lord is a place of counsel. നിന്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും. With my counsel I lead you, says the psalmist. Then I will lead you to eternity. അന്ത്യം വരെയും നമ്മളെ പുലർത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് സ്വർഗ്ഗത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. Our heavenly God is somebody who can lead us to the end of our life. Praise be to his name. ഇവിടെ മറിയ അത് മനസ്സിലാക്കി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. Mary understood that and she is seated at his feet. അത്ര അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. What a wonderful statement. മാത്രമല്ല മാർത്ത ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവ് ഒരു ശാസനം നൽകിയതാണ്. He is actually reprimanding Martha. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും മാർത്ത ശുശ്രൂഷിക്കുന്നുണ്ട്. So in John 12 also we see Martha serving. പക്ഷേ അവിടെ പരാതി പറയുന്നില്ല. But she is not complaining. അവൾക്ക് മനസ്സിലായി. Because she understood. ഈ ശുശ്രൂഷയേക്കാൾ more than this service, ഈ ആകുലതയേക്കാൾ more than this worry, വലിയവനായ ഒരു വ്യക്തിയാണ് ഈ കർത്താവ്. The person is a bigger one. അത് മനസ്സിലാക്കുവാനുള്ള പരിജ്ഞാനം മാർത്തയ്ക്ക് ലഭിച്ചു. She got the knowledge of it. അപ്പോൾ നെഗറ്റീവ് മാത്രമല്ല മാർത്തയ്ക്കുള്ളത് കേട്ടോ. So she did not have just the negative. അനേക പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്. But she had a lot of positives also. വാക്കുകളിലൊക്കെ തെറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. Her words were wrong like us. എന്നാൽ അവൾക്ക് നല്ല ഗുണങ്ങളും ഉണ്ടായി. But she had good qualities. അപ്പോൾ മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നു. And Mary is seated at the feet of the Lord. അത് ആലോചനയുടെ സ്ഥാനം. That's the place of counsel. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. Now let's go to John's Gospel. രണ്ടാമത്തെ സന്ദർഭമാണ്. This is the second instance. അവിടെ 11-ാം അധ്യായത്തിന്റെ chapter 11 32-ാം വാക്യം.
Verse 32. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. Now when Mary came to where Jesus was and saw him, she fell at his feet. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. Saying to him, Lord, if you had been here, my brother would not have died. 11-ാമത്തെ അതിലെ സന്ദർഭം നമുക്ക് നന്നായി അറിയാം. You know the context of chapter 11. ഞാൻ ഓർപ്പിച്ചതുപോലെ മാർത്ത, മറിയ, ലാസർ കർത്താവിനെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു. This is siblings Martha, Mary and Lazarus. കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു. And the Lord loved them. ഈ ലാസർ ധീരമായി കിടന്നു. Lazarus was sick. ഈ വിവരം യേശു കർത്താവിന്റെ അരികിൽ അറിയിക്കുകയുണ്ടായി. And it was informed to the Lord. അത് നമ്മൾ 5-ാം വാക്യത്തിൽ വായിക്കുന്നു. You read that in verse 5, the same യേശു chapter. മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെ സ്നേഹിച്ചു, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. Verse 6, when he heard that Lazarus was ill, he stayed 2 days longer in the place where he അപ്പോൾ was. ലാസർ ആണെന്ന് മനസ്സിലാക്കി യേശു കർത്താവ്. The Lord knew that Lazarus was sick. യേശു അവരെ സ്നേഹിച്ചിരുന്നു. The Lord loved them. എന്നിട്ട് ആ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? See, observe this. എന്നിട്ടും He stayed, when he heard, he stayed longer. നമുക്ക് വായി എന്ന് വേണമെങ്കിൽ അതിന് കൊടുക്കാൻ സാധിക്കും. അല്ലേ? ഇംഗ്ലീഷിൽ കൊടുക്കാമോ? എന്നിട്ടും He stayed longer. Even then. അപ്പോൾ ഈ ലാസർ രോഗിയാണെന്നുള്ളത് യേശു കർത്താവ് മനസ്സിലായി. So the Lord understood Lazarus was sick. എന്നിട്ടും Even then. അല്ലേ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. We love the Lord. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവരാണ്. The Lord loves us. നമ്മളെ സ്നേഹിക്കുന്നു. The Lord loves us. എന്നിട്ടും കർത്താവേ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു? Even then, why did this happen? Why Lord? കർത്താവേ എന്തുകൊണ്ട്? Why did this happen? എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നു? Why did this happen to my child? എന്തുകൊണ്ട് എന്റെ ഭർത്താവിന് സംഭവിക്കുന്നു? Why does this happen to my എന്റെ husband? ഭാര്യയ്ക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു? To my wife? ഈ രോഗം, ഈ പ്രയാസം എന്തുകൊണ്ട്? This sickness, this problem, why? നമ്മുടെ ചോദ്യം തന്നെ. This is our question. ഇവിടെ പക്ഷേ കർത്താവിന് തന്റേതായ സമയമുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. But it's a reality that God has his own അങ്ങനെ time. ഇത് കേട്ടിട്ടും Then after hearing this, അവൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. he stayed 2 days longer in the place where he was. ലാസർ മരിച്ചു. Lazarus died. ചില ദിവസങ്ങൾ കഴിഞ്ഞു, 4 ദിവസമായി നാറ്റം വെച്ചു. 4 days were over, he started യേശു stinking. കർത്താവ് ഇവരുടെ ഭവനത്തിലേക്ക് വരികയാണ്, ഈ പട്ടണത്തിലേക്ക് And the വരികയാണ്. Lord is returning back to them. അത് 17-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാൻ You can see that from verse 17. 20-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. Verse 20. അവിടെ നമ്മൾ വായിക്കുന്നത് യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. So when Martha heard that Jesus was coming, she went and met him. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർത്ത നല്ല ആതിഥ്യ മര്യാദയുള്ള ഒരു വ്യക്തിയായി. So Martha was a lady who loved hospitality. യേശുവിനെയും കൂട്ടരെയൊക്കെ സ്വാഗതം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. She welcomed them and brought them to her home. മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. And Martha went to മറിയോ വീട്ടിലിരുന്നു. but Mary remained seated at പക്ഷേ the ഒറ്റ house. പ്രശ്നം. But there's only one problem. ഇവിടെ മാർത്ത യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. Martha is questioning the Lord again. ഒരു വിധത്തിൽ പറഞ്ഞാൽ വേദശാസ്ത്രപരമായ ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ നടക്കുന്നത്. So this is a theological argument that is going to happen. അത് യേശുവിനോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. So the Lord explained about him being the resurrection and the life, and those who believe in him will never die but will come to life. മാർത്ത യേശുവിനോട് പറയുന്നത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും, തന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. And Martha is responding saying, yes Lord, I believe that at the last resurrection he will rise up. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുവും മാർത്തയും തമ്മിൽ വേദശാസ്ത്രപരമായി ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. So there is a theological discourse which is happening between them. യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. She's received him to the house. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല. But she did not tell the thing that had to be told. അവിടാണ് മറിയയുടെ ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ പ്രവൃത്തിയുടെ സവിശേഷത. And that is the speciality of Mary's response. നോക്കണേ, ഇവിടെ യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. Mary reached out where Jesus was. മറിയ യേശുവിനെ ആദ്യമായിട്ട് കാണുക ഈ സംഭവം നടന്നത്. After Lazarus' death, Lord is seeing Mary first time. അവൾ എന്താ ചെയ്തത്? What did she do? ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. What blessed words. യേശുവിനെ കണ്ടപ്പോൾ when he saw the Lord, ഒന്നാമത് ചെയ്യുന്നു പറഞ്ഞാൽ കാൽക്കൽ വീണു. Verse 33, കാൽക്കൽ വീണു. എന്നിട്ട് പറയുകയാണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. Lord, if you had been here, my brother would not have died. മറിയ കർത്താവിനെ കണ്ടപ്പോൾ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാതെ അവൾ ആ സ്ഥാനത്തേക്ക്, ആ കാൽക്കലേക്ക് വീഴുകയാണ്.
When she saw the Lord, she did not discuss anything with him, but she fell at the same spot at his feet. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. Lord, if you had been here, my brother would not have died. കർത്താവിന്റെ കാൽക്കൽ അത് ആശ്വാസത്തിന്റെ സ്ഥാനമാണെന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. It was a place of comfort. Mary understood it. അവിടെ മാത്രമേ പ്രതീക്ഷയുള്ളായിരുന്നു മറിയയ്ക്ക്. That is the only place where you can hope. നോക്കണേ, ഇവളുടെ ഈ ഒരു ആക്ട്, ഇവളുടെ ഈ ഒരു പ്രവൃത്തി യേശുവിന്റെ ഹൃദയത്തെ പോലും ചലിപ്പിച്ചു. It even moved the heart of the Lord. ഇവളുടെ ഈ കണ്ണുനീരും ഈ നിലവിളിയും കർത്താവിന്റെ കാൽക്കൽ വീണുള്ള ഈ കരച്ചിലും പ്രാർത്ഥനയും ഒക്കെ കണ്ടപ്പോൾ, When the Lord saw her supplication and her crying and her lying to the feet. 33-ാം വാക്യം, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. When Jesus saw her weeping and the Jews who had come with her also weeping, he was deeply moved in his spirit and greatly troubled. നമ്മുടെ കർത്താവിന്റെ ഉള്ളം കലങ്ങി. His inner self became troubled. യേശു കണ്ണുനീർ വാർത്തു എന്ന് താഴെ നമ്മൾ And then we see Jesus wept. നമ്മുടെ കർത്താവായ യേശുവിന്റെ ഹൃദയത്തെ പോലും ചലിപ്പിക്കുവാൻ മറിയയുടെ ഈ പ്രവൃത്തിക്ക് സാധിച്ചു. The Lord Jesus, his heart was moved because of the act of Mary. കാരണം മറിയയ്ക്ക് അറിയാമായിരുന്നു ആശ്വാസം വരുന്നത് യേശുവിന്റെ പാദപീഠത്തിൽ നിന്നാണ്. Because Mary understood comfort comes at the feet of the Lord. പ്രിയമുള്ളവരെ, ഇവിടെ നോട്ടീസ് വായിച്ചപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അനേക രോഗികളുണ്ട്. There are many sick people in the notice that we അവരുടെ പേരുകളെല്ലാം ഇവിടെ വായിച്ചു. and their names were all mentioned. അനേകർ പ്രശ്നത്തിലൂടെ കടന്നുപോവുകയാണ്. Many of them are going through problems. രോഗം, പ്രയാസം, മാനസികമായി, ശാരീരികമായി, ജോലി സംബന്ധമായുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നവരാണ്. Many of them are going through sickness and mental agony and problems with their work. എന്നാൽ ആ സമയത്ത് നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഏക സ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ പാദപീഠമാണ്. And through all those situations, the only place where you will get comfort is at his feet. കർത്താവിന്റെ പാദപീഠത്തിലോട്ടാണ് വീണാട്ട് Fall at his feet. കർത്താവ് അതിന് വേണ്ട പ്രതിവിധി തരും. And the Lord will bring about a change. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. And he will work at the right time. ഇതിനു മുമ്പ് ഈ കാര്യം അറിഞ്ഞപ്പോൾ കർത്താവ് താൻ താമസിച്ച സ്ഥലത്ത് തന്നെ തുടർന്നു. Previously when he heard this, he continued at the same place. കാരണം കർത്താവിന്റെ സമയമായില്ല. Because his time was not here. നമ്മുടെ കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. Because he works at the right time. നമ്മുടെ സമയത്തല്ല. Not at our time. നമ്മുടെ സമയത്തല്ല. Not at our time. കർത്താവിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. Because that is the best time. ആ ബെസ്റ്റ് ടൈമിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക്. And when he works at the best time, he will give you the best. യാഥാർത്ഥ്യമല്ലേ? It is not reality. ദൈവമക്കൾക്കെല്ലാം ആ നിലയിൽ സാക്ഷ്യം പറയാനുണ്ട്. You all have your testimony. അനേക വിഷയങ്ങൾ. There are many cases like that. നീണ്ടുപോയ പ്രാർത്ഥന, നീണ്ടുപോയ വിഷയങ്ങളുണ്ട്. There are cases where prayer has got elongated. കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ലയോ എന്ന് ചോദിച്ച നിമിഷങ്ങളുണ്ട്. There are minutes when you have asked the Lord, why you are not replying to me? എന്നാൽ കർത്താവ് പ്രവർത്തിച്ചപ്പോൾ അവൻ ക്ഷണനേരത്തിൽ പ്രവർത്തിക്കുന്നവനാകട്ടെ. And he works in minutes. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. You can see that. കർത്താവിന്റെ അനേക അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. ക്ഷണനേരത്തിൽ ആ സൗഖ്യം നൽകി. Within few seconds or minutes he did that miracle. ഇവിടെ അതുപോലെ മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ വീഴുകയാണ്. So she is falling at his feet. അവൾക്ക് ആശ്വാസം കണ്ടെത്തുവാനിടയായി. Because a comfort she could find there. താൻ സ്നേഹിച്ച തന്റെ സഹോദരന് വിടുതൽ നൽകുകയാണ്. And she got a rescue for her dead brother. We know the history after this. ലാസർ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചു. The dead 4-day dead Lazarus. കർത്താവ് പറഞ്ഞു അവനെ കല്ലറ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അവിടേക്ക് ചെന്നു. And he went to the tomb. എന്നിട്ട് യേശു അവരോട് പറയുകയാണ്. And then the Lord says, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe, you will see the God's glory. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe, you will see God's glory. ഇവിടെ മറിയയുടെ ഒറ്റ ആക്ടാണ്, ഒറ്റ പ്രവൃത്തിയാണ്. This is the only one act of Mary that we see. When she fell at the feet of the Lord, she saw the glory of God. Whoever has fallen at the feet of the Lord, they will see the deliverance and the glory of God. She was commanded the stone to be moved. And he cried out loudly, Lazarus, come out. And the dead man came out. His body was bound and his face was covered with a towel. Unbind him, let him go, commanded the Lord. Lazarus was resurrected. Only one act of Lazarus.
And when Lazarus saw this, he fell at his feet. പ്രിയമുള്ളവരെ, നമുക്കും ആശ്രയിക്കുവാൻ മറ്റാരുമില്ല. There is no one else we can rely upon. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബൈബിളിലെ മിഡിൽ വേഴ്സ് എന്താ? What is the middle verse of the Bible? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. It is better to trust in the Lord than to put your strength in പ്രഭുക്കന്മാരിൽ princes. ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is put to trust in the Lord than to rely on princes. മനുഷ്യനിൽ ആശ്രയിച്ചാൽ, If you rely on man, നമ്മുടെ സമ്പത്തിൽ ആശ്രയിച്ചാൽ, if you rely on your നമ്മുടെ wealth, കഴിവുകളിൽ if you ആശ്രയിച്ചാൽ, rely on your skill, ഒരുപക്ഷേ നമ്മൾ പരാജയപ്പെടും. you will lose. എന്നാൽ പരാജയപ്പെടാത്തൊരു സ്ഥാനമുണ്ട്. But there is a place where you will never lose. അതാണ് നമ്മുടെ കർത്താവിന്റെ പാദം. That is the feet of the അത് Lord. മറിയയ്ക്ക് മനസ്സിലായി. Mary understood it. അവൾ അത് ആ പ്രവൃത്തി ചെയ്തു. That is why she did that act. അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. What a blessed thing ഇവിടെ it കഴിഞ്ഞ is. ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ I reminded you previously. ലാസർ പുറത്തേക്ക് വന്നപ്പോൾ When Lazarus came out of the grave, അവൻ കെട്ടപ്പെട്ടവരായിരുന്നു. he was bound. യേശു എന്ന് പറഞ്ഞു, What did the Lord say? അവന്റെ കെട്ടഴിപ്പി, Unbind him. അവൻ സ്വതന്ത്രനാകട്ടെ, Let him be free. അവൻ പോകട്ടെ, അവന്റെ സഹോദരിമാരോട് ചേർന്ന് അവൻ സന്തോഷിക്കട്ടെ. Let him rejoice with his നമുക്ക് ഒന്നിച്ച് sisters. ആനന്ദിക്കാം. Let us all rejoice together. ദുഃഖവും പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. We have a sadness, sickness in our life, എന്നാൽ ആശ്വാസമുള്ള ഒരു സ്ഥാനമുണ്ട്. but there is a place of comfort. അതുകൊണ്ടാണല്ലോ തിരുവചനത്തിൽ നാം വായിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, Come to- ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Come to me, all who labor and are heavy burdened. I will give you rest. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ലാസറിന്റെ കെട്ടൊക്കെ അഴിച്ചടാ. And he is commanding them to unbind Lazarus. കാരണം എന്താ? Why? മരിച്ച 4 ദിവസമായി. Because it's been 4 days since he's dead. There is a stink. അങ്ങനെയുള്ള എല്ലാം നീക്ക്. Remove all of that stink. He's a new man. അവൻ മരിച്ചവനായിരുന്നു. He was dead. അവൻ ഉയർത്തിരിക്കുന്നു. Now he is resurrected. നമ്മൾ അതുപോലെ കർത്താവായ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചവരാ. So we also have become one with the Lord in his death and his resurrection. നമ്മുടെ കെട്ടുകളെല്ലാം അഴിക്കണം. We should also be unbound. മറ്റ് 2 സന്ദർഭങ്ങളിലൂടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നു യേശു കർത്താവ് ഉയർപ്പിച്ചവരെ കുറിച്ച്. There are 2 other references to people whom he raised. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനാണ്. The widow the son of the widow at Nain. അവിടെ നമ്മൾ വായിക്കുന്നത്, അവന് സൗഖ്യം നൽകിയ ശേഷം, അവന് ജീവൻ നൽകിയ ശേഷം എന്ത് ചെയ്തവൻ? After he was given life, അവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. he started speaking. എന്തായിരിക്കും സംസാരിച്ചത്? What was he speaking? ചിന്തിച്ചിട്ടുണ്ടോ? Have you thought? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. This is how I have thought. ഈ മകൻ എന്തായിരിക്കും ചിന്തിച്ചത്? What is that boy thinking? അവൻ അമ്മയോട് ചോദിച്ചാണ്. He would have told his mother, അമ്മേ, ഞാൻ സുഖമില്ലാതെ കിടന്നവനായിരുന്നല്ലോ. My mother, I was sick. അയ്യോ, ഞാൻ മരിച്ചുപോയി. Oh, I was dead. എന്നാൽ ഞാൻ ഇന്ന് ഉയർത്തിരിക്കുന്നു. But now I have risen up. എനിക്കിത് എങ്ങനെ സംഭവിച്ചു? How did this happen to me? ഓ, ഇവൻ ചോദിച്ചാണ് അല്ലേ? This is what that boy would have asked. മോനെ, ആ നിൽക്കുന്ന യേശുപ്പച്ചനുണ്ടല്ലോ. And a mother would have said, see that man Jesus over there. യേശുപ്പച്ചനാണ് നിന്നെ ഉയർപ്പിച്ചത്, നിനക്ക് ജീവൻ നൽകിയത്. That Jesus is the one who resurrected you. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മകൻ എന്ത് സംസാരിച്ചു കാണും? Then what would that boy said? അവൻ ചുറ്റുമുള്ളവരോട് പറഞ്ഞു കാണും, He would have told the people ഞാൻ around, മരിച്ചവനായിരുന്നു, I was dead, എന്നാൽ യേശു കർത്താവ് എന്നെ ഉയർപ്പിച്ചിരിക്കുന്നു. but the Lord has raised me. ദൈവത്തിന് സ്തോത്രം. Praise be to God. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. What a blessed നാം thing. സംസാരിക്കണം കേട്ടോ. We should also say, നാം ഈ സന്തോഷം സംസാരിക്കണം. our joy should come നാം out. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. We were also dead in our trespasses and sins. ക്രിസ്തു യേശുവിൽ നമ്മളെ ഉയർപ്പിച്ചിരിക്കുന്നു. But in Christ Jesus we have been raised up. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. Praise be to God's name for that blessed condition. മൂന്നാമത്തെ ഒരു സന്ദർഭം കൂടെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നു. There is a third reference to resurrection, യായിറോസിന്റെ മകളെ കുറിച്ചാണ്. and that is Jairus' daughter. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ, And when she was raised up, യേശു കർത്താവ് പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. and the Lord commanded to give her something to eat, കാരണം ബലപ്പെടണമല്ലോ. because to be strengthened. ദീർഘനാളുകളായിട്ട് രോഗിയായിട്ട് കിടന്നതാ. This girl was sick for many days and she died. എഴുന്നേറ്റ് ഉടനെ പറഞ്ഞു, വല്ലോ കഴിപ്പാൻ കൊടുപ്പില്ല, അവള് ബലപ്പെടട്ടെ, ബലപ്പെടട്ടെ. And when she woke up, give her something to eat so that she can be strengthened. അപ്പോൾ നമ്മളും മരണപുരത്താരോട് ഏകീഭവിച്ചവരാ. And we have also become one with the Lord in death and resurrection. ഈ മറിയ ബലപ്പെട്ടതുപോലെ നമ്മളും ബലപ്പെടണം. Just like Mary was strengthened, we also should be strengthened. പ്രിയമുള്ളവരെ, മറിയ കർത്താവിന്റെ കാൽക്കൽ വീണു. Mary fell at the Lord's feet. ആശ്വാസത്തിന്റെ സ്ഥാനം. That is a place of comfort. ഇനി മൂന്നാമത് തൊട്ടടുത്ത അധ്യായമാണ് 12-ാം അധ്യായം. Next reference is chapter 12. അവിടെ നമുക്ക് വായിക്കാം അതിന്റെ 3-ാം വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസ തൈലം ഒരു റാത്രിയെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം വീട് നിറഞ്ഞു. Mary therefore took a pound of expensive ointment made from pure nard and anointed the feet of Jesus and wiped his feet with her hair. The house was filled with the fragrance of the perfume. ഇവിടെ മറിയ എവിടാ? Where is Mary here? എവിടാ? Where is she? കാൽക്കല.
She's at the feet of the Lord. കർത്താവിന്റെ കാലിലിരിക്കുക. She's still at the feet of the Lord. കാരണം അത് ആരാധനയുടെ സ്ഥാനം. Because that is a place of worship. ഒന്ന് ആലോചനയുടെ സ്ഥാനം. First one, place of counsel. രണ്ട് ആശ്വാസത്തിന്റെ സ്ഥാനം. Second one, place of comfort. മൂന്ന് കർത്താവിന്റെ പാദപീഠം ആരാധനയുടെ സ്ഥാനം. Third one, the feet of the Lord is a place of worship. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. The Lord is here in our midst. അവന്റെ കാൽക്കൽ ഇരുന്നാണ് പാദപീഠത്തിൽ ഇരുന്നാണ് നാം സഭയായിട്ട് കർത്താവിനെ ആരാധിച്ചത്. As an assembly, we are worshiping him at his feet. ഇവിടെ ഈ മറിയ വിലയേറിയ സ്വച്ഛജലമാംസ തൈലം ഉറാത്തിലെടുത്താണ് യേശുവിന്റെ കാലിൽ പൂശുന്നത്. And she's taking that expensive ointment and anointing his feet. നോക്കണേ, ഇവിടെ മാർത്ത ശുശ്രൂഷ ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട്. We also read that Martha did her service. രണ്ടാം വാക്യം, അവിടെ അവൻ ഒരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. So they gave a dinner for him there. Martha served and Lazarus was one of them. എന്തെങ്കിലും പരാതി പറഞ്ഞോ? Did she complain? ഒരു പരാതിയില്ല. She never complained. കാരണം അവൾക്ക് മനസ്സിലായി. Because she understood. ഈ ബാഹ്യമായ ശുശ്രൂഷകളെക്കാൾ വലിയ ശുശ്രൂഷകൾ മറ്റു പല കാര്യങ്ങളുണ്ട്. അത് കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കും. More than the visible service that you have, there are many other ministries that you can do, which you can find at the Lord's feet. ഇത് നോക്കണം, ഈ മറിയയുടെ ഈ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ, if you have to see the importance of worship, ഈ സദസ്സിനെ നമ്മളൊന്ന് അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം. ഈ സദസ്സ്, ഈ ആരാധനയിൽ അടുത്തിരിക്കുന്നവരൊക്കെ ഉള്ളവർ, look at the audience. അവിടെ ഒന്നാമതായി കാണുവാൻ കഴിയുന്ന വിമർശന മനോഭാവത്തോടെ ഇരിക്കുന്നവരുണ്ട്. There are some who want to criticize. ആരാണ്? യൂദാ ഇസ്കറിയാത്ത്, Judas Iscariot. എന്താണ് ഞാൻ പറയുന്നത്? What did he say? ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ എന്ത് എന്ന് പറഞ്ഞു. Why was this ointment not sold for 300 denarii and given to the poor? Verse 5. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല. Verse 6. He did not care about the poor. അവൻ കള്ളനാകൊണ്ട്, but because he was a thief. പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്ന് കൊണ്ടതുകൊണ്ടോ അത്രേ പറഞ്ഞു. And having charge of the money bag, he used to help himself up. അപ്പോൾ ഇവിടെ വിമർശിക്കുക. So he's criticizing. മറിയെ വിമർശിക്കുക. He's criticizing Mary. ആ കാലഘട്ടത്തിലെ ഒരു ദിവസത്തെ കൂലിയാണ് 1 വെള്ളിക്കാശ്. One day's wage is 1 denarii. അങ്ങനെയുണ്ടെങ്കിൽ ഈ തൈലം വാങ്ങിക്കാൻ 300 വെള്ളിക്കാശ് ഒരു വർഷത്തെ അധ്വാനമാണ്. And so 300 denarii is 1 year's worth of work. ഒരു വർഷത്തെ ആ സാലറി, ശമ്പളം എടുത്തുകൊണ്ട് വന്ന് ഈ തൈലം വാങ്ങിച്ച് കർത്താവിനെ ആരാധിക്കുവാനുള്ള ആഗ്രഹത്താൽ കർത്താവിന്റെ കാൽക്കലിരിക്കുക. She is desiring to worship him and spending that expensive ointment. വിമർശിക്കുന്നവർ, criticizing. രണ്ടാമത്, second audience, അതിന്റെ 9-ാം വാക്യം, അവിടെ അവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശു നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ട് വന്നിട്ടുണ്ട്. Verse 9. When the large crowd of the Jews learned that Jesus was there, they came not only on account of him but also to see Lazarus. രണ്ടാമത് വന്നവരാ? Second one, ലാസറിനെ ഒന്ന് കാണണം. the people wanted to see Lazarus. ലാസറിന്റെ സാക്ഷി ഒന്ന് കേൾക്കണം. They wanted to see hear the testimony of Lazarus. മരിച്ചവനായിരുന്നു. Because he was dead. ഈ മരിച്ചപ്പോഴൊക്കെ അനുഭവം ഒക്കെ ഒരുപക്ഷെ വിശദീകരിക്കുമായിരിക്കും. അത് കേൾക്കാൻ വന്നവരുണ്ട്. They want to hear his experience. മരിച്ച 4 ദിവസം ശവക്കല്ലറ കഴിഞ്ഞാണല്ലോ. He spent 4 days in the tomb. ഈ മരണത്തിന്റെ അനുഭവം എങ്ങനെയാണ്? How was your experience, death experience? ഉയർപ്പ് എങ്ങനെയായിരുന്നു? How did you rise up? ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരണം കേൾക്കുമെന്ന് അത് ചിന്തിച്ച് കടന്നു വന്നവരുണ്ട്. They must have thought they'll listen to his experience. അപ്പോൾ ലാസറിനെ കാണാൻ വന്നവരുണ്ട്. There are those who have come to see Lazarus. പിന്നെ മൂന്നാമതായി യേശുവിനെ കാണാനും വന്നവരുണ്ട്. There are also people who have come to see the Lord. യേശുവിന്റെ നിമിത്തം മാത്രമല്ല നമ്മൾ വായിക്കുന്നുണ്ട്. Because of the Lord. അപ്പോൾ യേശു കർത്താവിനെ കാണാനും വന്നവരുണ്ട്. There are people who have come to see the Lord. കാരണം അനേക അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയാ. Because he was somebody who did a lot of miracles. ഞങ്ങൾക്കും വേണം ചില അത്ഭുതങ്ങൾ. We also want to experience this. ആരാധനയ്ക്ക് പോകുന്ന അങ്ങനെയുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Even today you see people going for worship. ചുറ്റുപാട് ആരാധനയ്ക്കൊക്കെ പോകുന്ന എന്തിനാ? എന്തെങ്കിലുമൊക്കെ അത്ഭുതം കിട്ടണം. I have to see some miracle during worship. എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടണം. I should get some material benefit. അഭിവൃദ്ധി കിട്ടണം. I should get some prosperity. അനേകം തെറ്റിദ്ധരിക്കപ്പെട്ട് ഇങ്ങനെ ഓടുകയാണ്. And many of them are misled and running towards worship. മനുഷ്യർ ഇന്നല്ല അന്നും ഉണ്ടായിരുന്നു കേട്ടോ. People are there like then, today also. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. So there are people like that. ഇനി നാലാമതൊരു വ്യക്തി, നാലാമത്തെ കൂട്ടം. Now there's a fourth category. അത്താഴം കഴിക്കാൻ വന്നവരുണ്ട്. Those who have come to eat. കർത്താവ് ശിഷ്യന്മാരും ഉണ്ടെങ്കിൽ അവിടെ ചാപ്പാട് ഉറപ്പാ. If the Lord and the disciples are there, then there is food. അപ്പോൾ അത്താഴം കഴിക്കാൻ വന്നവരുണ്ട്. There are people who have come to eat. അപ്പോൾ വിമർശന മനോഭാവത്തോടെ ഇരിക്കുന്നവരുണ്ട്. There are the critics. യേശുവിനെ കാണാൻ ഇരിക്കുന്നവരുണ്ട്. There are those who have come to see the Lord. ലാസറിനെ കാണാൻ ഇരിക്കുന്നവരുണ്ട്. There are those who have come to see Lazarus. അത്താഴം കഴിക്കാൻ ഇരിക്കുന്നവരുണ്ട്. And there are those who have come to eat. അവിടെയാണ് മറിയയുടെ ആരാധനയുടെ മഹത്വം. That is where the importance of Mary's
worship is. ചുറ്റുമുള്ളവരൊക്കെ വ്യത്യസ്ത കാരണങ്ങളാൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ When people are sitting at the feet of the Lord for various reasons, ഇവിടെ മറിയ കർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനുള്ള വാഞ്ച കൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു. Mary is desiring to worship God, worship the Lord and sitting at his feet കർത്താവിനോടുള്ള സ്നേഹത്താൽ. because of the love that she has for him. നാം കർത്താവിനെ ആരാധിക്കേണ്ടത് കർത്താവിനോടുള്ള സ്നേഹത്താലാണ്. We should worship the Lord for the love that we have for കഴിഞ്ഞ him. ദിവസം നാം ഓർത്തതുപോലെ നാം എന്ത് ചെയ്താലും അത് ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ബന്ധത്തിലായിരിക്കണം ചെയ്യുന്നത്. Whatever you do, you should do it in relation to the love that you have for ഇവിടെ him. മറിയയെ കുറിച്ച് നാം അതാണ് This വായിച്ചത്. is what we read about Mary. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം After this incident, അതിന്റെ 11-ാം വാക്യം, verse 11, അവൻ ഹേതുവായി അനേക യഹൂദന്മാർ ചെന്ന് യേശുവിനെ വിശ്വസിക്കിയാൽ ലാസറയും കൊല്ലണമെന്ന് മഹാവിരോധന്മാർ ആലോചിച്ചു. verse 10 onwards, so the chief priests made plans to put Lazarus to death as well, because on account of him many of the Jews were going to ഓൾറെഡി jail. യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. So they decided to kill Jesus. അത് നേരത്തെ തീരുമാനിച്ചാ. That's something they planned before. ഇവിടെ രണ്ടാമതാം വായിക്കുന്നത് യേശുവിനെ മാത്രമല്ല ലാസറിനെയും തട്ടണം. Now they also want to kill Lazarus. നമ്മുടെ മറ്റൊരു കൂട്ടർ അവിടെ ഇരിക്കുന്നു. So this is another category. യേശുവിനെ എങ്ങനെ നശിപ്പിക്കണം? They should kill the Lord. അതുകൂടാതെ ലാസറെ കൊന്നുകളയണം. Not just that, to kill Lazarus also. അങ്ങനെയുള്ളവരുടെ ഇടയിലുവാ ഈ മറിയ ദൈവത്തെ ആരാധിക്കുന്നത്. She is worshipping God even amongst them. നോക്കണേ, മറിയയ്ക്ക് മറ്റൊന്നും ശ്രദ്ധയില്ല. Mary is not concerned about other Full things. concentration. കർത്താവിന്റെ പാദം. She's concentrated on the Lord. കർത്താവിനെ ആരാധിക്കുക. To worship the Lord. അനേക നന്മകൾ മറിയയുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. Because the Lord has given a lot of blessings in her life. കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. That family has got പിന്നെ blessings. എങ്ങനെ അവൾക്ക് ആരാധിക്കാതിരിക്കുവാൻ സാധിക്കും? Then how can she not worship? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. How many blessings the Lord has given us? നിരവധി നന്മകളാണ് ദൈവം A നൽകിയിരിക്കുന്നത്. multitude of blessings the Lord has given us. അങ്ങനെയെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടേ? Then wholeheartedly we should worship in the presence of God. We should. കർത്താവിന്റെ പാദപീഠം ആരാധനയുടെ സ്ഥാനമാണ്. The place of worship is at the feet of the Lord. മൂന്ന് സ്ഥാനത്തെ മറിയെക്കുറിച്ച് നാം വായിക്കുന്നുള്ളൂ. Only these three places Mary is mentioned. മൂന്ന് ഭാഗത്തും മറിയ കർത്താവിന്റെ പാദപീഠത്തിലാണ്. All these three places is at the feet of the Lord. ആലോചനയുടെ സ്ഥാനം, The place of counsel, ആശ്വാസത്തിന്റെ സ്ഥാനം, the place of comfort, ആരാധനയുടെ സ്ഥാനം. the place of worship. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയാണ്. What a blessed example she നമുക്ക് is. ആ നിലയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കാം. Let us sit at the feet of the Lord. തിരക്ക് പിടിച്ച പട്ടണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, എനിക്കറിയാം. We live in a hectic city. ജോലിയിൽ തിരക്കുണ്ട്, There is a hectic workload. റോഡിൽ ട്രാഫിക് ഉണ്ട്, There is traffic. ഇതൊക്കെ എനിക്ക് നന്നായി അറിയാം. I know all that. പക്ഷെ നാം ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കണം. But we should sit at the place where we should. അതിന് നാം സമയം കണ്ടെത്തണം. You should find place. അങ്ങനെ Find time. സമയം കണ്ടെത്തിയെങ്കിൽ മാത്രമേ Only if you find time, ദൈവഹിതം മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ you സാധിക്കും. will be able to understand God's will. ആശ്വാസം കണ്ടെത്തുവാൻ You will സാധിക്കും. be able to find comfort. അതുപോലെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കും. You will be able to worship. കർത്താവ് ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. May God help us that ഈ way. വചനം നമുക്ക് ഏവർക്കും ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ. May God give this word, this blessing. കർത്താവിന്റെ വലിയ നാമം May His എന്നേക്കും name വാഴ്ത്തപ്പെടുമാറാകട്ടെ. be glorified.